ഞാൻ ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റും ഇതേപോലെ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഒരു വ്ളോഗ് ചെയ്യാൻ? ധൈര്യത്തോടെ അല്ലേ മുന്നേറണം നമ്മള്. ധൈര്യത്തോടെ. എനിക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ടെൻഷൻ എന്തിന്? ഇത് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ നിങ്ങൾ? വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? പേടിയാവേണ്ടത് പറഞ്ഞാ ശോകാവോ അറിയില്ല. നമുക്ക് നോക്കാം. അളിയ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചോ? നിന്നെ ഈ കല്യാണം വിളിച്ചിട്ടുണ്ടോ? ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനൊരു കല്യാണം കൂടാൻ വന്നേക്കാണ്. ഈ കല്യാണത്തിൻ്റെ പിന്നിലൊരു സീക്രട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം പോയി ആ സീക്രട്ട് കണ്ടിട്ട് വാ. അളിയ എവിടെയാടാ? ഇത് സൺഡേ ആയിട്ട് വേറെ പരിപാടിയൊന്നുമില്ലേ? ഉറക്കോ? എടാ വാഴളി എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യടാ. എന്തിട്ടൊക്കെ പരിപാടി സെറ്റ് ചെയ്യാൻ ഞായറാഴ്ച അല്ലേ? ഇപ്പൊ 8:30. എന്തിട്ടൊക്കെ പരിപാടി സെറ്റ് ചെയ്യാലോ? ഇതിന് മാത്രം ഉറങ്ങണം എന്തിനാണ് ഞാൻ? ഓക്കെ, വീഡിയോ റോളിംഗ് ആണല്ലോ. വീഡിയോ റോളിംഗ് ആണ്. എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യണം. കണ്ടന്റ് എന്താണ്? കണ്ടന്റ് ഒന്നും ആയിട്ടില്ല. കണ്ടന്റ് പറയാം. എന്തെങ്കിലും പറ. കണ്ടന്റ് ഞാനിന്ന് രാവിലെ വിളിച്ചിട്ട് ഉറക്കപ്പിച്ചിട്ട് എനിക്ക് എന്നോട് ചോദിച്ചു. ഞാൻ അങ്ങനെ പറയാം, ഞായറാഴ്ച അല്ല, നമുക്ക് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യണ്ടേ? സെറ്റ് ചെയ്യാം. എന്ത് സെറ്റ് ചെയ്യാം? എവിടെയെങ്കിലും പോയാലോ? നമുക്ക് റെഡിയാവാം. ആദ്യം നമുക്ക് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാൻ നമുക്ക് ആലോചിക്കാം. ഓക്കെ, അതാലോചിക്കാം. ഇതെൻ്റെ കമ്പനിക്കാരാണ്, നിയാസ്ഥാന വരി. നമ്മുടെ കാക്കത്തുരുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ആളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടന്റ്. ഓക്കെ, ബൂം. അയാളിവിടെ വന്നിരിപ്പുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു. ഈ ഞായറാഴ്ച ആയിട്ട് രാവിലെ എണീറ്റിട്ട് അളിയ എന്തേലും പരിപാടി സെറ്റ് കളിയാ. എന്തേലും പരിപാടി സെറ്റ് ചെയ്യും. ഞായറാഴ്ച അല്ലേ? എന്ത് ഞായറാഴ്ച? എനിക്ക് കല്യാണമൊന്നുമില്ലേ? പിന്നെ ഇനി വിളിക്കാത്ത കല്യാണത്തിന് പോകാനാണല്ലേ? എടാ അത് വിളിക്കാത്ത കല്യാണമാണ്. വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ നീ എന്ത് വിളിക്കാത്ത കല്യാണത്തിന് പോകാനാ? പിന്നെ ചലഞ്ച്. ഇതേ വീഡിയോ ഓടിക്കൊണ്ടിരിക്കണ നീ കാണാവണ പറയുന്നത്. എടാ അത് അവനെ വിളിക്കാത്ത കല്യാണം. പിന്നെ അവനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടിട്ട് അവന് പോവാൻ സീനില്ല. ഗൈസ്, അപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് പോകാനായിട്ട് ഞായറാഴ്ച എണീറ്റ് വന്നേ. അപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് പോണതാണ് പറഞ്ഞത്. അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കാം. വീഡിയോ എത്രത്തോളം സക്സസ് ആവും അറിയില്ല. അപ്പൊ നമുക്ക് വിളിക്കാത്തൊരു വീട്ടിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കമ്പനിക്കാരന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കല്യാണ ഹാളറിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് ഇഷ്ടംപോലെ കല്യാണ ഹാളുകൾ ഉണ്ടെന്ന് അറിയാം. ഉണ്ടാവും. കൊറോണ ആയാലും കല്യാണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ 50 പേരിൽ ഒരാളായിട്ട് ഞങ്ങൾ മാറാൻ നോക്കിയാണ്. ഓക്കെ, അത് തന്നെ കല്യാണ. അപ്പോൾ നമുക്കിനി കല്യാണ വീട്ടിൽ കാണാം. അതേ നോക്കിയാ നല്ല തിരക്കണ്ടല്ലോ. പൊള്ളി ഇതെന്താണ് സംഭവം? ഓ പൊള്ളി. ഹാളിന് വേണ്ടി സെർച്ച് ചെയ്തോണ്ടിരിക്കുന്ന നിയാസ്. ഞങ്ങൾ എറണാകുളത്തെത്തി. പക്ഷെ ഇവിടെ കല്യാണ ഹാളുകളിലൊന്നും പരിപാടിയില്ല. അപ്പം അത് അവൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കത്രിക്കടവ് എത്തി. കത്രിക്കടവ് വന്ന് നമുക്ക് ഒരു പള്ളിയുടെ ഒരു ബോർഡ് ഉണ്ട്, പാരിഷ് ഹാള്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ലെഫ്റ്റ് തിരിഞ്ഞു. അവിടെ റൈറ്റ് സൈഡിൽ മുഴുവൻ ഇത് പള്ളിയുടെ പ്രോപ്പർട്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ്. പള്ളി അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ടൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ. വണ്ടി കയറിക്കോ, അങ്ങോട്ട് കയറിക്കോ. പൊട്ടേ നോക്കിയിട്ട് നമുക്കത് കയറി നോക്കാം. പേടിയാവേണ്ടത് പറഞ്ഞാൽ അറിയില്ല. നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ വരുന്ന വഴി നമ്മൾ വണ്ടി ഒന്ന് ചവിട്ടി. ഒരു സ്ഥലത്ത് കുറച്ച് വണ്ടിയൊക്കെ കിടക്കണുണ്ട്. ചവിട്ടി ഒരു ഹാളിന്റെ വാതിക്ക്. നിയാസേ, ധൈര്യത്തോടെ അല്ലേ മുന്നേറണം നമ്മള്? ടെൻഷൻ എന്തിന്? ഇത് നമ്മുടെ കല്യാണമാണ്. ഇത് നമ്മുടെ സിബിച്ചേട്ടായുടെ കല്യാണമാണ്. നമ്മളെ സിബിച്ചേട്ടാ. ഓ ഗൈസ്, സീനാവെന്ന് തോന്നുന്നുണ്ട്.
നമുക്ക് തന്നെ നോക്കാം. ഇതൊക്കെ രസമല്ലേ അല്ലേ? ശരിയല്ലേ? വെറുതെ ഇരിക്കല്ലേ വീട്ടിൽ, വെറുതെ ഇരിക്കുമ്പോ സൺഡേ മേക്ക് എ ഫൺ ഡേ. ഓക്കെ, ഹാളിലേക്ക് കയറിയത് കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഹാളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, പെണ്ണും ചെക്കനും കല്യാണമൊക്കെ കഴിഞ്ഞ് നടന്നു വന്നിട്ടിരിക്കുകയാണ്. നിന്നെ ഈ കല്യാണം വിളിച്ചിട്ടുണ്ടോ? അങ്കിളാ? വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ നിങ്ങൾ? വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ ആരെങ്കിലും? പോയിട്ടുണ്ടോ? എന്നെ ഈ കല്യാണം വിളിച്ചിട്ടില്ല. ഞങ്ങളൊരു യൂട്യൂബിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിളിക്കാത്തൊരു കല്യാണം കൂടി ഒരു വീഡിയോ ചെയ്യാൻ വന്ന. നീ പോയിട്ടുണ്ടോ? തള്ളി മറിച്ച്. നീ പോയിട്ടുണ്ടല്ലോ? ഞാനും പോയിട്ടുണ്ട്. നീ പോയിട്ടുണ്ട്? പറഞ്ഞോ. ഞാനിപ്പോൾ ആദ്യമായിട്ട് വന്നേക്കണം. നീ വന്നിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ വീടോടെ അഴീക്കല. ഗൈസ്, ആൾക്കാർ കൂടിയിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ കൈകാലം വിറക്കണളിയാ. എന്റെ കൈകാലം വിറക്കണേ. നിന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടോ? ഉറപ്പാണോ? പോടാ. ചേട്ടാ, ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ ഒരു ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് അവരൊന്ന് മിസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇടാ. പോയപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് കയറിയെന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ പേര് രണ്ടുപേർക്ക് ഹാപ്പി മാരീഡ് ലൈഫ് കേട്ടാ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ജസ്റ്റ് ഒരു ഹായ് പറയണം. ചേച്ചി പറയണം. അതേ പെണ്ണിനെ ചെക്കനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാനുള്ള പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ഫുഡിന് ബീഫ് ബിരിയാണിയാണ് കണ്ട. ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ. ബീഫ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ്ക്രീം മസ്റ്റാണ്. അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ 100% സക്സസ് ആയി തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ മാഹി മച്ചാൻ തന്നിട്ടുള്ള ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ വിജയിപ്പിച്ചേക്കാണ്. ഓക്കെ, മാഹി മച്ചാനെ എക്സ്പീരിയൻസ് ആണെങ്കിലും വെറുതെ പൊള്ളിയായിരുന്നു. ചെറിയ സാധനങ്ങളൊന്നും തരില്ലേ. മാഹി മച്ചാനൊക്കെ തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലെവലായിട്ടുള്ള സാധനങ്ങൾ തരിക. ഓക്കെ, മാഹി മച്ച് പൊള്ളി. കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അവിടെ ചെന്നിട്ട് ആ പെണ്ണിൻ്റെയും ചെക്കൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് സങ്കടമായിപ്പോയി. കാര്യം വിളിക്കാത്ത കല്യാണത്തിന് അവർ ഓടിക്കേറി ചെന്ന് വീഡിയോ എടുക്കുന്നൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. ഞാൻ വന്ന് കാരണമാകുമ്പോഴേക്കും അവരെ അത് ബന്ധുവാണെന്ന് കരുതി സ്വീകരിച്ചു. അതൊക്കെ പോട്ടെ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് നമ്മളൊരു ഹാപ്പി മാരീഡ് ലൈഫ് കൊടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് പക്കയായിട്ടും ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വീഡിയോ കണ്ടിട്ട് തോന്നണം അത് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രിപ്ഷൻ കുറവാണ്, സോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ നൈസായിട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്നാലും അടുത്ത വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും